വയനാട് വിലങ്ങാട് പ്രകൃതി ദുരന്തത്തിൽ പ്രയാസം നേരിട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി 1 മിനിറ്റ് മൗനാചരണം നടത്താൻ അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകളെ, സെറീന ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സെറീന ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രഭാഷണ പരമ്പരയിലെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഭരണഘടനയും നമ്മുടെ ദേശീയതയും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിയമ രംഗത്തെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകളാണ്. ഈ ട്രസ്റ്റിനെ പറ്റി പറയുമ്പോൾ നമ്മുടെയൊക്കെ അധ്യാപകനായിരുന്ന സുധാകരൻ സാറിൻ്റെ പ്രിയ പത്നി സെറീന മാഡത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ട്രസ്റ്റാണ് സെറീന ട്രസ്റ്റ്. സാറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാറിൻ്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു സദസ്സാണ് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യാപകനാണ് സുധാകരൻ സാറ്. പ്രശസ്ത നിയമജ്ഞനും പാർലമെൻറ്റ് അംഗവും നിയമസഭാ അംഗവും അതേപോലെ അഭിഭാഷക മേഖലയിലും അതേപോലെ അക്കാഡമിക് മേഖലയിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അവർകളെ ഈ സെറീന ട്രസ്റ്റിന് വേണ്ടിയും ഇവിടെ എത്തിച്ചേർന്ന സദസ്സിന് വേണ്ടിയും എൻ്റെ സ്വന്തം നിലക്കും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, സെറീന ട്രസ്റ്റിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചും ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രവർത്തന രീതിയെക്കുറിച്ചുമൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റ് ആക്ടിവിറ്റീസ് എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള പരിപാടികൾ പതിവായി നടത്തുന്നു എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ കോഴിക്കോട്ട് ഇത്തരം പരിപാടി നടത്തുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ അത്ഭുതവുമില്ല. ഞാൻ പറയുമായിരുന്നു സാറിനോട്, ഇവിടെ ഉണ്ടാകും എന്ന് എന്നോട് പറഞ്ഞിരുന്ന ഒരു എണ്ണമുണ്ട് ഈ ശ്രോതാക്കളുടെ സദസ്യരുടെ. അതിനേക്കാൾ കൂടുതലാണ് ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. ഞങ്ങളുടെ എറണാകുളത്താണെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാൽ ഇത്ര ആളിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെ കാലികമായ പ്രാധാന്യമുള്ള, ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ അധികരിച്ചുള്ള ഡിസ്കോഴ്സസ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. ഇപ്പോൾ ഭരണഘടനയാണ് താരം. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകണമോ തുടരണമോ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമോ എന്നുള്ള ഒരു തീരുമാനത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് ആയിരുന്നില്ല. അങ്ങനെ ആയിരിക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളെ ബാധിക്കുന്ന മൗലികമായ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഹിതപരിശോധനയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയോ ആക്കി തീർത്തു, അല്ലെങ്കിൽ മാറ്റിയെടുത്തു. ഒടുവിൽ ജയിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഭരണഘടന ജയിച്ചു എന്ന് പറയേണ്ടി വരും. ഭരണഘടന അപകടത്തിലായിരിക്കുന്നു. ഭരണഘടന വളരെ മാരകമായ വെല്ലുവിളികളെ നേരിടുന്നു എന്ന് കുറേ കാലമായി നമ്മുടെ നാട്ടിൽ പലരും പറയുന്നുണ്ട്. ഞാനും നിരവധി ലേഖനങ്ങൾ, പ്രസംഗങ്ങളൊക്കെ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. ഞാനെപ്പോഴും സിസറോയെ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. സിസറോ പഴയ റോമൻ
ജൂറിസ്റ്റ്, നിയമജ്ഞൻ, പ്രഭാഷകൻ. സിസറോ ചില മുന്നറിയിപ്പുകൾ, അന്ന് നമുക്ക് റോമ സാമ്രാജ്യമാണ് പരിചയമെങ്കിലും അതിനിടയ്ക്ക് ചില റിപ്പബ്ലിക്കൻ കാലഘട്ടവും അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ജനാധിപത്യ കാലഘട്ടം. റോമൻ റിപ്പബ്ലിക്കിൻ്റെ ആസന്നമായ പതനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ വ്യക്തിയായിരുന്നു സിസറോ. പക്ഷെ ആ മുന്നറിയിപ്പുകൾ അവഗണിക്കപ്പെട്ടു. റോം വീണ്ടും സീസർമാരുടെയും ചക്രവർത്തിമാരുടെയും അധീനതയിലായി. എന്നതുപോലെ നമ്മുടെ ഭരണഘടന, നമുക്കൊരു അംഗീകാരം നൽകിയ ഭരണഘടന, രാജാവിൻ്റെ, അല്ലെങ്കിൽ കുറേ കൂടി വിശാലമായി പറഞ്ഞാൽ ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ പ്രജകൾ മാത്രമായിരുന്ന നമ്മെ ആദ്യം മനുഷ്യരായും പിന്നീട് പൗരന്മാരായും മാറ്റിയെടുത്തത് നമ്മുടെ ഭരണഘടനയാണ്. വി ദ പീപ്പിൾ എന്നാണ് തുടങ്ങുന്ന വാക്കുകൾ തന്നെ. അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. വി ദ പീപ്പിൾ അത് വെറുതെ ഒരു ആലങ്കാരികമായി, നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ആ എടുത്തതെങ്കിലും അത് വെറുതെ ഒരു അലങ്കാരത്തിന് വേണ്ടി അല്ല അവിടെ വച്ചിരിക്കുന്നത്. ഈ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ നിങ്ങളെ ആര് അധികാരപ്പെടുത്തി എന്ന ചോദ്യം വരുമ്പോൾ അതിനുള്ള ഉത്തരമാണ് വി ദ പീപ്പിൾ. സാങ്കേതികമായി മറ്റൊരു ഉത്തരം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതിന്, അധികാര കൈമാറ്റം നടത്തുന്നതിന് അനുവദിക്കുന്ന ഒരു നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയിരുന്നു. അതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൻ്റെ വ്യവസ്ഥകൾക്കനുസൃതമായാണ് 1947 ഓഗസ്റ്റ് 15 അധികാര കൈമാറ്റം നടന്നത്. പക്ഷേ വിദേശ പാർലമെൻറ്റ് നൽകിയ അധികാരം ഉപയോഗിച്ച് ഒരു സ്വതന്ത്ര പരമാധികാര ജനത അവരുടെ ഭരണഘടന തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ അതിലൊരു ചെറിയ പാകപ്പിഴയുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഭരണഘടന, അത് ബ്രിട്ടീഷുകാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലുമോ സംഭാവനയല്ല, അവർ നൽകിയ അധികാരം ഉപയോഗിച്ച് രൂപപ്പെടുത്തിയതല്ല. ഇത് ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയതാണ്. ഞങ്ങൾക്കാണ് പരമാധികാരം, ജനങ്ങൾക്ക്. അതെല്ലാം വിളംബരം ചെയ്യുന്ന വാക്കുകളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നത്. അങ്ങനെ സവിശേഷമായ അവകാശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അവകാശങ്ങളെന്ന് പറഞ്ഞാൽ കേവലമായ അവകാശങ്ങളല്ല, മൗലികമായ അവകാശങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന ഒന്ന്. ജീവിക്കുന്നതിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും ജീവിക്കുന്നതിനുള്ള അവകാശം, വെറുതെ ജീവിക്കുകയല്ല, സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം. ഇതെല്ലാം നമുക്ക് ഉറപ്പ് നൽകുന്ന, സർവോപരി അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ആശയങ്ങൾ പ്രകാശിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം ചേരുമ്പോഴാണ് ഒരു ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ അതിവിശിഷ്ടമായ ഒരു ഭരണഘടന നമുക്ക് ലഭിച്ചപ്പോൾ ആ ഭരണഘടനയ്ക്ക് അതിൽ കാണുന്ന അക്ഷരങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞു, സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സിലബസിന് പുറത്തേക്ക് ക്ലാസ്സുകൾ പോകും എന്ന് പറഞ്ഞു. സിലബസ് എന്ന് പറയുന്നത് എഴുതി വച്ചിരിക്കുന്ന അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് കടക്കാൻ കഴിയുമ്പോഴാണ് ഒരു നല്ല അധ്യാപകൻ ഉണ്ടാകുന്നത്. ഞാൻ അങ്ങനെ ഒരു അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ആളാണ്. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സാനു മാസ്റ്ററാണ് ആ അധ്യാപകൻ. എന്നതുപോലെ ഭരണഘടനയിലും അക്ഷരങ്ങളുണ്ട്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഭരണഘടനയാണ് നമ്മുടേത്. ബ്രിട്ടീഷുകാർ അവർക്കും ഭരണഘടനയുണ്ട്, പക്ഷെ അതവർ എഴുതി വച്ചിട്ടുമില്ല. അപ്പോൾ അക്ഷരങ്ങളേ ഇല്ല.
അപ്പോൾ ഈ അക്ഷരങ്ങൾക്കപ്പുറത്തേക്ക് പോയി ഭരണഘടനയുടെ ചൈതന്യം എന്ന് പറയുന്ന ഒന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. ആ ചൈതന്യത്തിന് അനുസൃതമായി ജീവിക്കാൻ ഒരു ജനതയ്ക്ക് കഴിയുമ്പോഴാണ് അവർ ഭരണഘടനാപരമായ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ കഴിയുക. ഭരണഘടന ഒരു നിസ്സാര ഗ്രന്ഥമല്ല. ഒരു സെക്കുലർ സമൂഹത്തിൻ്റെ വേദപുസ്തകമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയെ നമ്മൾ കാണുന്നത്. എല്ലാ മതങ്ങൾ നൽകിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിലുമുണ്ട്. എന്നുവെച്ചാൽ മാനവികത, ഹ്യൂമനിസം. ആമുഖത്തിൽ തന്നെ ചില വാക്കുകൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനൊരു മതപരമായ പരിവേഷം കൂടി വരുന്നുണ്ട്. ദൈവം, ദൈവത്തിൻ്റെ മക്കൾ എന്ന ചിന്തയിൽ നിന്നാണല്ലോ ഈ സാഹോദര്യഭാവം ഉണ്ടാകുന്നത്. സെക്കുലർ സമൂഹത്തിൻ്റെ വേദഗ്രന്ഥമായ ഭരണഘടനയും മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതുതന്നെയാണ്. വർഗത്തെ, ജാതിയെ, മതത്തെ അല്ലെങ്കിൽ ലിംഗത്തെ ഒക്കെ അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല. സമത്വം എന്ന് എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമാണ്. ഡിഗ്നിറ്റി, അന്തസ്സ്. അപ്പം ഇങ്ങനെയൊരു ഭരണഘടന അത് സാങ്കേതികമായ അർത്ഥത്തിൽ ഭരണ സംവിധാനം എങ്ങനെയായിരിക്കണം എന്ന് ചിട്ടപ്പെടുത്തുന്നതിന് പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യയുടെ അതിദീർഘമായ ചരിത്രം അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമാണ് ഭരണഘടനാ ശില്പികൾ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വ്യത്യസ്തത എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഭരണഘടനയും ദേശീയതയും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയുമ്പോൾ എന്താണ് ദേശീയത എന്നൊരു ചോദ്യം ഉയർന്നു വരും. സ്വന്തം ദേശത്തെക്കുറിച്ചുള്ള ഒരു വികാരം, അതൊരു മനോഭാവമാണ്. അതാണോ ദേശീയത എന്നൊരു പ്രശ്നമുണ്ട്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ ദേശീയതയുടെ സ്വഭാവം എന്താണ്? അതൊരു സങ്കീർണമായ വിഷയമാണ്. ഇന്ത്യൻ ദേശീയത അല്ലെങ്കിൽ ഭാരതീയ ദേശീയത, ഇപ്പോൾ ഇന്ത്യ എന്ന വാക്ക് കഴിയുന്നത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ദേശീയത എന്ന ഒന്നുണ്ട് എന്ന ഒരു സങ്കല്പത്തിലാണ് ചില വ്യക്തികളും പാർട്ടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാരതീയ ദേശീയത എന്ന് പറയുമ്പോൾ അവർ ഒരേ ഒരു ദേശീയതയാണ് അംഗീകരിക്കുന്നത്. എല്ലാം ഒന്നു മതി എന്ന ഒരു ചിന്ത ഇന്നുണ്ട്. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് ഒരു മുദ്രാവാക്യമാണ്. ഒരു രാഷ്ട്രം, ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ അത് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. ഏതായാലും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ പോലെ സമുന്നതനായ ഒരാൾ അധ്യക്ഷനായി ഒരു കമ്മിറ്റിയെ വെച്ചു. കമ്മിറ്റി പരിശോധന നടത്തി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചു. ഇപ്പോൾ പറയുന്നത് എളുപ്പത്തിൽ സാധ്യമായ കാര്യമല്ല ഇത് എന്നാണ്. അത് തന്നെയാണ് പണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞത് ഈ ചർച്ച തുടങ്ങിയപ്പോൾ. ഒരു രാഷ്ട്രം, ഒരു തിരഞ്ഞെടുപ്പ് സാധ്യമാണെങ്കിൽ നടത്തട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, അടുത്ത ഘട്ടത്തിൽ ഒരു മതം, വീണ്ടും ഒരു നേതാവ്, അങ്ങനെയെല്ലാം ഒന്നു മതി എന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.
അവിടെയാണ് ഭരണഘടനയും ദേശീയതയും എന്ന നിങ്ങളുടെ വിഷയത്തിന് പ്രാധാന്യമുണ്ടാകുന്നത്. ഇന്ത്യ എന്നത് അങ്ങനെ എല്ലാം ഒന്നായി കാണാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. നമുക്ക് വ്യത്യസ്തമായ ദേശീയതകളിൽ, ദേശചിന്തകളിൽ വളർന്നു വന്നവരും ജീവിച്ചവരുമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യ എന്നൊരു പേര് അന്ന് ഉപയോഗത്തിലുണ്ടായിരുന്നെങ്കിലും നമ്മൾ അറിയുന്ന അന്നത്തെ ഇന്ത്യയുടെ 1/3 ബ്രിട്ടീഷ് ഭരണത്തിലാണ്. ബാക്കി രാജാക്കന്മാരുടെ ഭരണമാണ്. 1ഉം 2ഉമല്ല, 600ഓളം രാജാക്കന്മാർ ഈ ചെറിയ പ്രദേശത്ത്, കേരളത്തിൽ തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രത്യേകം രാജാക്കന്മാർ. വെറും രാജാവല്ല, മഹാരാജാവ് എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ മലബാറിലേക്ക് വരുമ്പോൾ അത് ബ്രിട്ടീഷ് ഭരണമാണ്. അപ്പോൾ ഈ 600 രാജ്യങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ 1/3 മാറ്റിയതിന് ശേഷം ആണ് ബാക്കിയുള്ളത് 600. ആ 1/3 കൂടി ചേർക്കുമ്പോൾ ഒരു 10,000ഓളം രാജ്യങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ ഓരോ രാജ്യത്തിനും ദേശീയതയുണ്ട്. തിരുവിതാംകൂറിൽ ദേശീയത അല്ല കൊച്ചിയിലെ ദേശീയത, കൊച്ചിയിലെ ദേശീയതയല്ല മലബാറിലെ ദേശീയത. ദേശീയതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തന്നെ വ്യത്യസ്തമാണ്. ആ ദേശീയതകളെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പല സംസ്ഥാനങ്ങളും രൂപീകരിച്ചത്. ഇതൊക്കെ അത്ഭുതകരമായ ചില കാര്യങ്ങളാണ്. അവിടെയാണ് മഹാകവി വള്ളത്തോൾ പാടിയത് കേരളം എന്ന പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അല്ലെങ്കിൽ അത് കേരളം എന്ന് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് അർത്ഥമുണ്ടാകുമായിരുന്നില്ല. അദ്ദേഹം ഭാരതവും കേരളവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാകണം, കേരളം എന്ന് കേൾക്കുമ്പോൾ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്നാണ്. അപ്പോൾ അവിടെ വള്ളത്തോൾ മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത എന്താണ്? ഭാരതമെന്ന് കേട്ടാൽ അഭിമാനിക്കണം നിങ്ങൾ, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര ഞരമ്പുകളിൽ നിന്നാണ്. അപ്പോൾ കേരളം എന്നൊരു ദേശീയത, ഞാൻ നേരത്തെ പറഞ്ഞ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ സംയോജിപ്പിച്ച് ഒരു ദേശീയത, അത് ഭാഷയുടെ കൂടി അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദേശീയതയാണ്. അങ്ങനെ നമ്മൾ ഇന്ത്യ വിട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഉള്ളൊരു ദൃശ്യ വിസ്മയമാണ്. ഇത്രയും വൈവിധ്യം എന്ന് പറയുമ്പോൾ വ്യത്യസ്തതകളാണ്. ഭാഷകൾ, സമൂഹങ്ങൾ, ജാതി, ഉപജാതി, ഗോത്രം, ഇതെല്ലാം ചേർന്ന ഒരു രാജ്യത്തെ സങ്കല്പിക്കാൻ നമുക്ക് കഴിയണം. ഭരണഘടന ആ സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരണഘടനയുടെ തുടക്കം തന്നെ, പ്രിയാമ്പിൾ കഴിഞ്ഞാൽ പിന്നെ തുടക്കം അനുച്ഛേദം 1 ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യ ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയൻ ആയിരിക്കണം ഇന്ത്യ, അല്ലെങ്കിൽ ആണ് ഇന്ത്യ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന വാക്കിന് നല്ല അതിൽ നിന്നാണ് ഫെഡറലിസം എന്ന സങ്കല്പം നമ്മൾ കൊണ്ടുവന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ എന്നത് ഒരു സങ്കല്പമാണ്, യാഥാർത്ഥ്യം എന്നത് സംസ്ഥാനങ്ങളാണ്. യാഥാർത്ഥ്യമായിരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടിച്ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു യൂണിയൻ മാത്രമാണ് നമ്മൾ ഈ കേന്ദ്രം എന്നൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ സ്റ്റാലിൻ കേന്ദ്രം എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. നമുക്ക് കേരളത്തിൽ അതങ്ങനെ ഉപയോഗിച്ച് ശീലം വന്നുപോയി, മറ്റൊരു വാക്ക് നമുക്ക് പെട്ടെന്ന് പറയാനുമില്ല. യൂണിയൻ എന്ന് പറയാം, പക്ഷെ യൂണിയൻ എന്ന വാക്കും ഉപയോഗത്തിലുണ്ട്.
യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ എതിർകക്ഷിയാക്കണമെങ്കിൽ നമ്മൾ യൂണിയൻ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിയൻ ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ ഒരു സങ്കല്പത്തെ അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യം മാത്രമാണത്. അപ്പോൾ സ്റ്റേറ്റ്സ് എന്ന വാക്ക് അവിടെ ഭരണഘടന ഉദ്ദേശിക്കുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും, വ്യത്യസ്തമായ ജനവിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിലാണ് ഈ യൂണിയൻ അല്ലെങ്കിൽ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഈ സംവിധാനം നിലകൊള്ളുന്നത്. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിരിക്കുകയാണ്. ഈ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെഡറലിസം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ അവിടെയൊക്കെ ചില പൊളിച്ചെഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമാണ് വലുത്. കേന്ദ്രം അങ്ങനെ വലുതാവും? ഈ സംസ്ഥാനങ്ങളില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിലനിൽപ്പ് പോലുമില്ല. നമ്മൾ രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നൊക്കെ പറയാറുണ്ട്. ഐക്യം, അഖണ്ഡത. അഖണ്ഡത വളരെ പ്രധാനപ്പെട്ടതാണ്. പരമാധികാരമുള്ള ഒന്നാണ് നമ്മുടെ രാജ്യം, സോവറിൻ. പക്ഷെ ഈ പരമാധികാരം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണ് ആരോപിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെയാണ് കണ്ടെത്തേണ്ടത് എന്ന ചോദ്യമുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ വിചിത്രമായ ഒരു കേസ് വന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി കോടതിയിൽ വിധിയിൽ എഴുതിയതാണ്, സുപ്രീം കോടതി അത്ര സുപ്രീം ഒന്നുമല്ല, ഹൈക്കോടതി ഹൈ ആണ് എന്ന് പറഞ്ഞു. അപ്പം അത് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞ ഒരു കാര്യം, ആരാണ് സുപ്രീം എന്ന് ചോദിച്ചാൽ ഞങ്ങളുമല്ല ഹൈക്കോടതിയുമല്ല. സുപ്രീം ആര് എന്ന് ചോദിച്ചാൽ, ഏത് എന്ന് ചോദിച്ചാൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ ശരിയും അത് തന്നെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, ഉൾക്കൊള്ളുന്ന, വ്യത്യസ്തമായ അല്ലെങ്കിൽ ആയിരക്കണക്കിന് ദേശീയതകളെ ഉൾക്കൊള്ളുന്ന, അവയുടെ സംയോജനത്തിലൂടെ, അസിമുലേഷനിലൂടെ ഒരു പുതിയ ദേശീയതയ്ക്ക് രൂപം നൽകിയിരിക്കുന്ന സംവിധാനമാണ്. അതൊരു നിസ്സാര കാര്യമല്ല, അത്ഭുതകരമായ, വിസ്മയകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഭരണഘടനയിൽ ഇപ്പോൾ ഒരു രാജ്യം, ഒരു ഇന്ത്യ, ഒരു ഭാഷ എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടി ഭരണഘടനയാണ്. അവിടെ ഹിന്ദിക്കല്ല പ്രാമുഖ്യം, ഹിന്ദിക്കൊപ്പം അല്ലെങ്കിൽ ഇംഗ്ലീഷിന് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് നമ്മുടെ ഭാഷ പോലും അല്ല. എന്നിട്ട് ഭരണഘടനയുടെ 8ാം പട്ടികയിൽ 22 ഭാഷകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഭാഷകൾ കൂടുതലുണ്ട്. അതിനർത്ഥം ഇന്ത്യയിൽ 22 ഭാഷകളെ ഉള്ളൂ എന്നല്ല. ഇന്ത്യയിൽ എണ്ണി നോക്കിയാൽ ചിലപ്പോൾ 10,000 ഭാഷകൾ കണ്ടേക്കാം. അത്രയും ജീവിത രീതികളുണ്ട്, അത്രയും ആഭിമുഖ്യങ്ങളുണ്ട്. ഇവയെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒന്നാണ്. അതാണല്ലോ നമ്മൾ ഈ ഇൻക്ലൂസീവ് എന്ന് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇത് 2 രീതിയിൽ പരിഭാഷപ്പെടുത്താം. വി എന്ന ഇംഗ്ലീഷ് വാക്കിനെ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥമുണ്ട്, വി എന്നതിന് നമ്മൾ എന്നും അർത്ഥമുണ്ട്. ഭരണഘടന ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഭാരതത്തിലെ ജനങ്ങളായ നമ്മൾ. അപ്പോൾ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ വിവേചനം പാടില്ല, ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല, അത്യാചാരങ്ങൾ പാടില്ല,
നമ്മുടെ ഭരണഘടന അവകാശങ്ങൾ വിളംബരം ചെയ്യുന്ന ഒരു രേഖയാണ്. പീനൽ കോഡ് പോലെ കുറ്റവും ശിക്ഷയും അവിടെ പറയുന്നില്ല. പക്ഷേ ഒരേ ഒരു കുറ്റം മാത്രമാണ് ഭരണഘടന എടുത്തു പറഞ്ഞിട്ടുള്ളത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈം എന്ന് പറയാവുന്നത്. മറ്റത് മർഡർ ഉൾപ്പെടെ എല്ലാം IPC, ഇപ്പോൾ IPC മാറി പുതിയ പേരിലുള്ള നിയമമാണ്, അതനുസരിച്ചുള്ള കുറ്റകൃത്യമാണ്. പക്ഷേ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനം, ചൂഷണം, അത് പാടില്ല എന്ന് മാത്രമല്ല അത് കുറ്റമാണ് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. അതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രൈം നിയമം, ഒരേ ഒരു കുറ്റമേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം. അപ്പോൾ ഈ രീതിയിൽ അടിച്ചമർത്തപ്പെട്ടവന് കൈകൊടുത്ത് ഉയർത്തുകയും ചിതറിക്കിടക്കുന്നവരെ സംയോജിപ്പിക്കുകയും അവരെ ആശ്ലേഷിക്കുകയും അതിലൂടെ ഒരു പുതിയ മാനവികതയ്ക്ക് രൂപം നൽകുകയും ചെയ്ത അത്ഭുതകരമായ രേഖയാണ് നമ്മുടെ ഭരണഘടന. അതുകൊണ്ട് ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ദേശീയത എന്ന് ചോദിച്ചാൽ അത് ഏതെങ്കിലും ഒരു പേരിൽ ഒതുക്കാവുന്ന ഒരു ഒറ്റ ദേശീയത അല്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് നമ്മുടെ ദേശം, നമുക്ക് നമ്മുടെ ഭരണഘടനയല്ല എന്ത് സംഭവിച്ചാലും നമ്മുടെ പ്രാഥമികമായ ചിന്ത കേരളത്തെക്കുറിച്ചാണ്, മലയാളത്തെക്കുറിച്ചാണ്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാണ് പിന്നെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേര് വരുന്നത്. നമുക്ക് പാസ്പോർട്ട് കിട്ടുമ്പോൾ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയാണ്. പക്ഷെ നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ മലയാളികൾ എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. ഈ ഇടയ്ക്കൊരു സിനിമയുടെ പേര് കണ്ടു, മലയാളി ഫ്രം ഇന്ത്യ എന്ന്. അതിൽ സിനിമയുടെ പേരാണെങ്കിലും അതിൽ ചില അർത്ഥങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് വ്യത്യസ്തതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു ഭാരതീയ ദേശീയത അല്ല, വ്യത്യസ്തതകളെ അസിമുലേറ്റ് ചെയ്തുകൊണ്ട്, സംയോജിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ദേശീയത. അത് മനസ്സിലാക്കാനും നടപ്പാക്കാനും അല്പം പ്രയാസമുണ്ട്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ദുരുപദിഷ്ടമായ വ്യാഖ്യാനത്തിലൂടെ എല്ലാം ഒന്നു മതി എന്നൊരു ചിന്തയിലാണ്. എല്ലാം ഒന്നു മതി എന്ന ചിന്ത തന്നെ അപകടമാണ്. അത് പ്രകൃതി വിരുദ്ധവുമാണ്. പ്രകൃതി നിറയെ വ്യത്യസ്തതകളാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ദേശീയത എന്ന കൺസെപ്റ്റിനെ കാണേണ്ടത്. ആ ദേശീയതയാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആ ദേശീയതയാണ് മാനവികതയെ ഉൾക്കൊള്ളുന്നത്. മാനവികത ആ ദേശീയതയുടെ ഒരു ഫിലോസഫി ആയി മാറും, ഹ്യൂമനിസം എന്ന് പറയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. മനുഷ്യനെ സംബന്ധിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ എന്നുള്ള ഈ മാനവികത എന്ന് പറയുന്നത്, മനുഷ്യനെ സംബന്ധിക്കുന്നത്. കോളേജിലേക്ക് ഹ്യൂമാനിറ്റീസ് എന്ന വാക്ക് തന്നെ ഹ്യൂമനിസം എന്നല്ല ഒന്നാണ്. അപ്പോൾ ആ മാനവികത, ഭരണഘടനാപരമായ മാനവികത ആണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെ രാഷ്ട്ര സംവിധാനത്തിൻ്റെ ഭാഗമായി ചില ഏകതകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഒറ്റ രാഷ്ട്രമാണിപ്പോൾ ഈ വ്യത്യസ്തതകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒറ്റ രാഷ്ട്രം, അതാണ് നമ്മുടെ യൂണിയൻ എന്ന് പറയുന്നത്. ആ യൂണിയന് വലിയ പവിത്രതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആജീവന അല്ലെങ്കിൽ ആചന്ദ്രത എന്നങ്ങനെ വാക്കുണ്ടല്ലോ, കാലം നിലനിൽക്കുന്ന എന്താണ് യൂണിയൻ എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല. അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. എല്ലാം മാറ്റത്തിനും വിധേയമാണ്. ഒരു 100 വർഷം മുമ്പ് നമ്മൾ കണ്ട
ഭൂപടം മാപ്പ് നോക്കിയാൽ, ഇതിന് ലോകത്തിൻ്റെ മാപ്പ് ഭൂപടം എടുത്ത് നോക്കിയാൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. പുതിയ രാജ്യങ്ങൾ ഉണ്ടാകുന്നു, പഴയ രാജ്യങ്ങൾ ഇല്ലാതാകുന്നു, വിഭജിക്കപ്പെടുന്നു. എങ്ങനെ പുതിയ രാജ്യങ്ങൾ ഉണ്ടാകുന്നത്? രാജ്യം അല്ലെങ്കിൽ രാഷ്ട്രം എന്നത് അങ്ങനെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിനെ സൃഷ്ടിക്കുകയും ചെയ്ത അന്നു മുതൽ അതൊരു ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ്. ആ ദേശീയത മതം, ഭാഷ, സംസ്കാരം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ആശ്രയിച്ച് രൂപപ്പെട്ടു വരുന്ന ഒന്നാണ്. ഒന്നും അടിച്ചമർത്തിക്കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഡൈവേഴ്സിറ്റി ആണ്. അതാണ് ജവഹർലാൽ നെഹ്റു വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞത്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. നമുക്ക് ഏകത വേണം, ഏകതാ മനോഭാവം വേണം. പക്ഷെ അത് വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ടുമായിരിക്കണം. നമ്മുടെ ഭരണഘടന അക്കാര്യത്തിൽ വളരെ കാര്യമായ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സംരക്ഷിക്കുന്ന, അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്ന, എല്ലാറ്റിനും ഇവിടെ നിലനിൽപ്പുണ്ട്, നിലനിൽക്കാനുള്ള ഇടമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനയെ മുൻനിർത്തിയുള്ള ചർച്ചയാണ് നമ്മളോട് നടത്തുന്നത്. ഞാനത് വളരെ ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഒരു ഇൻ്ററാക്റ്റീവ് സെഷനായിരിക്കും എന്ന് എന്നോട് പറയുകയുണ്ടായി. തീർച്ചയായും നിങ്ങളുടെ മനസ്സിലും പല കാര്യങ്ങളും പറയാനുണ്ടാവും, ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാവും. നമുക്കതിനുള്ള അവസരമായി കൂടി ഇനിയുള്ള സമയത്തെ കാണാം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് ചില അനാശാസ്യമായ പദപ്രയോഗങ്ങളിലൂടെ പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്ന ദേശീയത, കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഹിന്ദു ദേശീയത തുടങ്ങിയ വാക്കുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത്തരം വാക്കുകൾ അത് പറയുന്നവർക്ക് സുഖമുണ്ടാകുമായിരിക്കാം, പക്ഷേ ഭരണഘടനാപരമായി ഭരണഘടനയുടെ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് രണ്ടും ചേർത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരം ദേശീയതയൊന്നും നമുക്ക് സ്വീകാര്യമല്ല. മതത്തെ അടിസ്ഥാനമാക്കി അതൊക്കെ ആ മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവരുടേതായ രീതിയിൽ ജീവിക്കാം. അതിനുള്ള അനുവാദവും ഭരണഘടന നൽകുന്നുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും എന്തിന് മതത്തെ പ്രചരിപ്പിക്കുന്നതിന് പോലുമുള്ള അവകാശം, ഇതൊക്കെ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷെ അതെല്ലാം നൽകുമ്പോൾ അവയുടെ എല്ലാം ആകത്തുകയായി വന്ന് ഭവിക്കുന്നത്, നമ്മൾ ഈ മഴവില്ലിൻ്റെ 7 നിറങ്ങൾ ഒന്ന് കറക്കിയാൽ ഒറ്റ നിറമായി മാറുന്നു, വെള്ളയായി മാറുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഭരണഘടന ഈ വ്യത്യസ്തതകളെ മുഴുവൻ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവയെ നിലനിർത്തിക്കൊണ്ട് അവയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ദേശീയതയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണ്. അതാണ് മാനവികമായ മതനിരപേക്ഷമായ ഒരു ദേശീയത. അതാണ് ഇന്നത്തെ ഇന്ത്യൻ ദേശീയത, ഭരണഘടനയ്ക്ക് അനുസൃതമായ ദേശീയത. അതിന് വിരുദ്ധമായി മതാധിഷ്ഠിതമായ അല്ലെങ്കിൽ ഒരു ഭാഷയിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ എല്ലാ സംസ്കാരങ്ങളെയും ലയിപ്പിച്ച് ഏക സംസ്കാരമാക്കി മാറ്റി അതിൽ അധിഷ്ഠിതമായ ദേശീയത എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ചരിത്രത്തിൽ ചില പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും, അല്ലെങ്കിൽ ഓർമ്മിക്കേണ്ടി വരും. ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച ജർമ്മൻ ദേശീയത, ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച ആ ദേശീയ വികാരത്തിൻ്റെ ദേശീയതയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ അധികാരത്തിൽ വരുന്നത്. അത് ചരിത്രത്തിൽ എത്ര വലിയ ദുരന്തമായി മാറി എന്ന് നമുക്കറിയാം. അങ്ങനെയൊരു ദേശീയതയ്ക്ക് വേണ്ടിയല്ല
നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഭരണഘടന അംഗീകരിക്കുന്ന ഭരണഘടനാപരമായ ദേശീയത, അതാണ് യഥാർത്ഥ ദേശീയത. ആ യഥാർത്ഥ ദേശീയതയെ മാനവികതയിൽ അധിഷ്ഠിതമാണ്. ആ ദേശീയതയുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദേശീയത എന്ന് പറയുന്നത് ഒരു ആൻറ്റി കൊളോണിയൽ, ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിളിൻ്റെ ഭാഗമായിട്ടാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കോണ്ടെക്സ്റ്റില് വേൾഡ് ഇക്കോണമിയായിട്ട് ലിങ്ക് ചെയ്ത സമയത്ത് ഈ ദേശീയതയെ നമുക്ക് പുനർനിർവചിക്കേണ്ടതല്ലേ? അതെങ്ങനെ നിർവചിച്ചു കഴിഞ്ഞാലാണ് ഈ ഇന്നത്തെ തരത്തിലുള്ള ദേശീയതയെ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്? കാരണം ഇന്ത്യ ഗ്ലോബലി ലിങ്ക്ഡ് ആണ്. ഈ ഫിനാൻസ് ക്യാപിറ്റലിന്റെ മൂലധനത്തിന്റെ കീഴിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ ജിയോഗ്രാഫിക്കൽ ബൗണ്ടറീസ് വെച്ചിട്ട് നമുക്ക് ദേശീയതയെ എങ്ങനെ നിർവചിക്കാൻ കഴിയും? അതെങ്ങനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ കഴിയും? ദേശീയത എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട്. സന്ദർഭോചിതമായി പല രീതിയിൽ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുമുണ്ട്. ഓരോ ദേശത്തിനും അതിൻ്റേതായ മഹിമ, പ്രതാപം, അതെല്ലാം നിലനിർത്തുന്നതിനുള്ള താല്പര്യവും ഉണ്ടാകും. നമ്മൾ പഴയകാല ചരിത്രം എടുക്കുമ്പോഴും അവിടെയും ഈ ദേശീയതയുണ്ട്. ദേശീയതയെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ യൂറോപ്പിൽ രാഷ്ട്രങ്ങൾ തന്നെ പുനഃസൃഷ്ടിക്കപ്പെട്ടത്. 1848 വെസ്റ്റ്ഫാലിയ ഉടമ്പടി ഒക്കെ അങ്ങനെ ഉണ്ടായി. അതൊക്കെ ദേശീയതയായിരുന്ന ഒരു അടിസ്ഥാനം. അതുകൊണ്ട് കൊളോണിയലിസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ദേശീയത അതിശക്തമായ ഒരു ജനവികാരമായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വിജയകരവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ആഗോളീകരണം എന്നാണ്, ഗ്ലോബലൈസേഷൻ എന്നാണ്. ഭൂമി ഉരുണ്ടതാണ് എന്ന് നമുക്കറിയാമെങ്കിലും എർത്ത് ഈസ് ഫ്ലാറ്റ് എന്നാണ് പുതിയ ലോകക്രമത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൻ്റെ പേര് തന്നെ. ഈ ആഗോളീകരണത്തിൽ രാഷ്ട്രാതിർത്തികളില്ല, അത് മാഞ്ഞു പോയിരിക്കുകയാണ്. പണ്ട് രാഷ്ട്രത്തിൻ്റെ അതിർത്തി ഭേദിക്കണമെങ്കിൽ സൈനിക മുന്നേറ്റം വേണം. ഇന്നതിൻ്റെ ആവശ്യമില്ല. ആഗോള മൂലധനത്തിന് എവിടെയും കടന്നയല്ല. ഏത് ജനതകളെയും കീഴ്പ്പെടുത്താം, ഏത് രാഷ്ട്രങ്ങളെയും കീഴ്പ്പെടുത്താം. അങ്ങനെയൊരവസ്ഥയിൽ ചോദ്യകർത്താവ് സംശയിക്കുന്നത് പോലെ എന്താണ് ഇപ്പോഴത്തെ ആധുനിക കാലത്തെ ദേശീയതയുടെ പ്രസക്തി? അപ്പോൾ ഗ്ലോബലൈസേഷൻ ഒരു യാഥാർത്ഥ്യമാവുകയും പല രാഷ്ട്രങ്ങളുടെയും സമ്പത്തിനേക്കാൾ വലിയ സമ്പത്ത് ചില കമ്പനികൾക്ക്, ഗ്ലോബൽ കമ്പനികൾക്ക് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പഴയകാലത്തെ പോലെ ദേശീയതയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ദേശാതിർത്തികൾ സംരക്ഷിക്കണം എന്നതിനപ്പുറം, ദേശാതിർത്തികൾ എന്ന് പറയുമ്പോൾ അവിടെയാണല്ലോ നമ്മൾ ഈ യൂണിറ്റി, സോവറിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായി സുരക്ഷിതമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ഇത് നമ്മുടെ ഭൂമിയാണ്, നമുക്ക് അവകാശപ്പെട്ടതാണ്. അതിനപ്പുറത്ത് ഈ രാജ്യത്തെ ജനങ്ങളെ തന്നെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരിൽ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും എന്ന ചിന്ത വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദേശീയത, നമ്മൾ അതിനെക്കുറിച്ച് കൂടി ബോധവാന്മാരാണ്. അവിടെ ചോദ്യം വളരെ ശരിയാണ്. ആഗോള മൂലധനം ലോകത്തെയാകെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ രാഷ്ട്രാതിർത്തികൾക്ക് ഒരു പ്രാധാന്യവും ഇല്ലാതായിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ദേശീയത എന്ന് പറയുന്നതിൽ എന്തർത്ഥം ആണ് ചോദ്യം. ദേശീയ വികാരം പോലും ഇപ്പോൾ പല ജനങ്ങൾക്കും ഇല്ല. അവരെവിടെയും ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നോ ഒക്കെ വിദേശത്തേക്ക് പോകുന്നവർ അവർക്ക് കഴിയുന്നതും അവിടെ തന്നെ അങ്ങ് സെറ്റിൽ ചെയ്താൽ കൊള്ളാം എന്ന മട്ടിലാണ് പോകുന്നത്.
അവർക്കെന്ത് ദേശീയത? അപ്പോൾ ഈ മൂലധനത്തിൻ്റെ ആകർഷണത്തിൽപ്പെട്ട് ഒരു പുതിയ ആഗോളക്രമം, ലോകക്രമം രൂപപ്പെട്ടു വരുമ്പോൾ പഴയ രീതിയിലുള്ള പൗരാണികമായ ദേശീയ ചിന്തകൾക്ക് അല്ലെങ്കിൽ ദേശീയത എന്ന പദത്തിന് അർത്ഥമില്ലാതാവുകയാണ്. Thank you for your valuable lecture. I have one question, there are two questions. One is Granville Austin, who is a very expert on Indian Constitution, has described the Constitution as a document for social revolution. Has it been, or are we able to realize this objective? Second one is, no constitution is self-enforcing. And the constitution, if it is to be enforced, the people in authority, they should be always prepared to accept this. Unless they are prepared to accept this, these rules, they will have no values. Now, in the case of India, there is an anxiety regarding this, because the case of the Weimar Constitution, it was a very good constitution, but Hitler threw it away. And in the case of India also, we have a good constitution. Unless the people in authority are not prepared to accept this, it becomes a mere rule, and it will not have any value. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്ക് പ്രാരംഭത്തിൽ ആമുഖമായി തന്നെ ചേർത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞു, അതൊരു അലങ്കാരത്തിന് വേണ്ടിയല്ല. അതിൻ്റെ പൂമുഖത്ത്, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പൂമുഖമാണ്. പൂമുഖത്തെ ഒരു അലങ്കാര വസ്തുവല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ജനങ്ങളാണോ ഭരണഘടന എഴുതിയതെന്ന് ചോദിച്ചാൽ അല്ല, നമുക്കെല്ലാം അറിയാം. കാരണം അതിനുവേണ്ടി സമ്മേളിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നൽകിയ അധികാരം ഉപയോഗിച്ച് അംബേദ്കർ ഡ്രാഫ്റ്റ് ചെയ്ത കോൺസ്റ്റിറ്റ്യൂഷൻ, അതങ്ങനെ വി ദ പീപ്പിൾ. പക്ഷെ നമ്മളിപ്പോൾ ക്ലാസ് മുറികളിലൊക്കെ പറയുമ്പോൾ ഭരണഘടനയുടെ ഉടമസ്ഥർ ആര് എന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, അംബേദ്കറാണ് എന്നല്ല പറയുന്നത്, ജനങ്ങളാണ് എന്ന് പറയും. ഭരണഘടനയ്ക്കൊരു അപകടം വന്നാൽ ഇടപെടുന്നത് ജനങ്ങളാണ്. നമ്മൾ 1977-ലും 2024-ലും അത് കണ്ടു. അപ്പോൾ ജനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭരണഘടനയ്ക്ക് നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത് ശരിയാണ്. ജനങ്ങളുടെ അംഗീകാരത്തോടെയാണോ എന്നാൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തെ ഒരു ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിച്ചു. പ്രായപൂർത്തി എന്ന ഒറ്റ യോഗ്യതയെ അടിസ്ഥാനമാക്കി നൽകുന്ന വോട്ടവകാശം, ആ വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യം. പക്ഷേ ഇത് ഇന്ത്യയിലെ ഏതെങ്കിലും ജനം ഇത് ആവശ്യപ്പെട്ടിട്ടാണോ? ഞങ്ങൾക്ക് ജനാധിപത്യം വേണം എന്നൊരു മുദ്രാവാക്യം ഇന്ത്യയിലുണ്ടായിട്ടില്ല. ജനാധിപത്യത്തിന് പകരം അന്ന് 1947-ൽ നമ്മുടെ അന്നത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റനിൽ നിന്ന് ജവഹർലാൽ നെഹ്റു അധികാരം ഏറ്റുവാങ്ങുമ്പോൾ നെഹ്റുവിനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതും നമ്മുടെ ജനങ്ങൾ അംഗീകരിക്കുമായിരുന്നു. എന്താ കുഴപ്പം ചോദിക്കുമായിരുന്നു. അപ്പോൾ ജനാധിപത്യം എന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ഓരോ മനുഷ്യനും അവരെ പൗരന്മാരായി ഉയർത്തി അവരാണ് രാജ്യം ഭരിക്കുന്നത്, അവരാണ് ഈ രാജ്യത്തിൻ്റെ ഈ വിധാതാക്കൾ എന്ന സന്ദേശം പ്രചരിപ്പിച്ചത്. അത് അല്ലെങ്കിൽ ആരാവശ്യപ്പെട്ടിട്ടാണ് എന്ന് ചോദിച്ചാൽ ആരും ആവശ്യപ്പെട്ടിട്ടല്ല. അംബേദ്കർ അങ്ങനെ എഴുതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി. അപ്പോൾ ഭരണഘടന, അത് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ ഗ്രാൻവിൽ ഓസ്റ്റിൻ്റെ പേര് പരാമർശിച്ചു.
അക്കാലത്തെ പല ഭരണഘടനാ പണ്ഡിതരും നമ്മുടെ ഭരണഘടനയെ കണ്ട് വിസ്മയം കൊണ്ടിട്ടുണ്ട്. അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട ജൂറിസ്റ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടായിരുന്നു ഇംഗ്ലണ്ടിൽ ഐവർ ജെന്നിങ്സ്. നമ്മുടെ നിയമസഭയിൽ തിരുക്കൊച്ചി ആയിരുന്ന കാലത്ത് നിയമസഭയിൽ പനമ്പള്ളി ഗോവിന്ദമേനോൻ ഒരു തർക്കം വന്നപ്പോൾ ഐവർ ജെന്നിങ്സിനെയാണ് കോട്ട് ചെയ്തത്. അങ്ങനെയാണ് ആ പേര് നമ്മുടെ നാട്ടുകാർക്ക് പരിചയമായത്. ഐവർ ജെന്നിങ്സ് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത്, സംഗതി കൊള്ളാം, നല്ല ഭരണഘടന, പക്ഷെ ആയുസ് ഉണ്ടാവില്ല, ഏറിയാൽ 5-6 വർഷം. അപ്പോൾ ഇത്രയും വിശിഷ്ടമായ ഭരണഘടനയ്ക്ക് 5-6 വർഷത്തെ ആയുസ് മാത്രമാണ് ഐവർ ജെന്നിങ്സ് നൽകിയത്. പക്ഷെ 5-6 പിന്നിട്ട് 75 പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനയ്ക്ക് ഇനി സമീപഭാവിയിൽ വലിയ അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് ജനങ്ങളുടെ മനോഭാവം കാണുമ്പോൾ നമുക്കൊരു ധൈര്യം അതുകൊണ്ട്. പക്ഷേ ഐവർ ജെന്നിങ്സ് വെറുതെ പറഞ്ഞതല്ല, അസൂയ കൊണ്ട് പറഞ്ഞതല്ല. അദ്ദേഹം സിലോണിന് വേണ്ടി ഭരണഘടന ഉണ്ടാക്കിയത് ഐവർ ജെന്നിങ്സാണ്. ആ ഭരണഘടനയ്ക്ക് ആയുസ്സും ഉണ്ടായില്ല, ഏതാനും 2-3-4 വർഷത്തെ ആയുസ്സേ ഉണ്ടായുള്ളൂ. പക്ഷേ അദ്ദേഹം നമ്മുടെ ഭരണഘടനയിൽ കണ്ട ചില കാര്യങ്ങൾ വിശിഷ്ടമായ കാര്യങ്ങൾ തന്നെയാണ്. അത് ഉൾക്കൊള്ളാൻ, താങ്ങാൻ, സംരക്ഷിക്കാൻ ഈ ജനതയ്ക്ക് കഴിയുമോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം. അപ്പോൾ ഏതൊരു ഭരണഘടനയും നിലനിൽക്കുന്നത് കോടതികൾ ഭരണഘടനയെ വ്യാഖ്യാനിക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല, അവിടെ ജനങ്ങളുടെ പിന്തുണ വേണം. ഇന്ത്യയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഭരണഘടന എന്ന വാക്ക് തന്നെ വ്യാപകമായി ജനങ്ങൾ കേട്ടു തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഒരു എന്താണ് ഈ സാധനം എന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഒന്നും അറിയണ്ട, ഭരണഘടന വായിക്കുകയും വേണ്ട, അത് കാണുക പോലും വേണ്ട. പക്ഷെ എന്താണ് ഈ ഭരണഘടനയുടെ ചൈതന്യം എന്ന് ഒരു ജനത മനസ്സിലാക്കി കഴിഞ്ഞാൽ, മനുഷ്യനെ പോലെ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് അവസരമൊരുക്കിയത് ഈ ഭരണഘടനയാണ് എന്ന് ഇന്ത്യയിലെ അധസ്ഥിത വിഭാഗങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സംരക്ഷണ ചുമതല അവരേറ്റെടുക്കും. അപ്പോൾ ഭരണഘടന നമുക്കൊരു കാവലാണ്, കരുതലാണ് നമ്മുടെ കാര്യങ്ങളിൽ. ഭരണഘടനയ്ക്കും ഒരു കരുതലും കാവലും ആവശ്യമുണ്ട്. ആ കാവൽ ജനങ്ങളാണ്. അതുകൊണ്ട് ചോദിച്ചത് ശരിയാണ്. ആ ജനങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഭരണഘടനയും നിലനിൽക്കുകയുള്ളൂ. സാറിന് ഇന്ത്യൻ ഭരണഘടനയും നമ്മുടെ ദേശീയതയെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നു. ഭരണഘടന എങ്ങനെ നമ്മൾ മാനിക്കണം എന്നുള്ളതൊക്കെ. എൻ്റെ ഡൗട്ട്, നമ്മുടെ ഈ യൂണിയനായിട്ടുള്ള ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ദേശീയതയായിട്ട് ബാധിക്കുമോ? ഇതിൽ ഇങ്ങനെ വരണം എന്നൊക്കെ, വരാൻ ചാൻസ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള ഏക സിവിൽ കോഡ്. ഞാനിടയ്ക്ക് പരാമർശിച്ച എല്ലാം ഏകം, ഒന്നു മതി എന്നൊരു ചിന്തയുണ്ട്. മതം പോലും ഒന്നു മതി എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്തയുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഏക സിവിൽ കോഡ് ഇപ്പോഴത്തെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയിട്ടുണ്ട്. പക്ഷെ അവരുടെ മാത്രം സൃഷ്ടിയല്ല, ഭരണഘടനയിൽ പറയുന്നതാണ്. ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് പറയുന്നതെങ്കിലും അതിനും അതിൻ്റെതായ മൂല്യമുണ്ട്, അർത്ഥമുണ്ട്, അവഗണിക്കാനുള്ളതല്ല. ഏക സിവിൽ കോഡിന് വേണ്ടി യത്നിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. എൻഡവർ, വെറും യത്നമല്ല, ഒരു ആത്മാർത്ഥമായ യത്നം, അതാണ് എൻഡവർ എന്ന വാക്ക്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് ദേശീയതയ്ക്ക് എതിരാണ് എന്ന് പൂർണ്ണമായി എനിക്ക് പറയാൻ കഴിയില്ല.
പക്ഷേ സിവിൽ കോഡ് വരുമ്പോൾ, ഈ ഏക സിവിൽ കോഡ് വരുമ്പോൾ എങ്ങനെയാണ് ഏകം ഉണ്ടാകുന്നത്? ഇപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിനും ആചാരത്തിനും ജീവിതക്രമത്തിനും ഒക്കെ പാരമ്പര്യത്തിനും ഒക്കെ അനുയോജ്യമായി പല സിവിൽ നിയമങ്ങളുമുണ്ട്. ആ നിയമങ്ങളെ ഏകോപിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായ മൗലികമായ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ജാഗ്രത പാലിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഏക സിവിൽ കോഡ് ഉണ്ടാക്കാനുള്ള പ്രയാസവും. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെൻറ് അവർക്ക് എന്തും എപ്പോഴും സാധ്യമാണ്. അതുകൊണ്ട് അവർ ചെയ്യാൻ ഒരു ഏക സിവിൽ കോഡിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വരട്ടെ, അപ്പോഴേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഇത് ഏതെല്ലാം രീതിയിൽ ആർക്കെല്ലാം ദോഷകരമായിരിക്കും എന്ന് പറയാൻ കഴിയും. ഏക സിവിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എതിർക്കാൻ കഴിയാത്ത രീതിയിൽ അത് നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശമായി നമ്മുടെ മുന്നിലുണ്ട്. ദേശീയതയും ആഗോളവൽക്കരണവുമായുള്ള ഒരു ചോദ്യം ഇവിടെ വന്ന് അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഒരു സംശയം ഉന്നയിക്കുന്നത്, കാരണം ബംഗ്ലാദേശിൽ ഇതേ വലിയ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതിൽ ആദ്യം നമ്മളൊക്കെ കരുതിയത് ഈ പാർലമെൻറ്റിലെ ഭൂരിപക്ഷവും സുപ്രീം കോടതിയിലെ അമിതാധികാരമൊന്നുമല്ല, ജനകീയതയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമന്ത്രി ഒന്ന് ഓടേണ്ടി വന്നു, പാർലമെൻറ്റിൽ ഭൂരിപക്ഷത പിടിച്ചുവിടേണ്ടി വന്നു. അതേപോലെ ഇന്നലെ വിദ്യാർത്ഥികളെല്ലാവരും കൂടി സുപ്രീം കോർട്ട് വന്ന് ചീഫ് ജസ്റ്റിസിനോടും ഭരണകൂടത്തെ അനുകൂലിച്ച ജഡ്ജിമാർക്കൊക്കെ രാജിവെക്കാൻ പറഞ്ഞു. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ചെയ്തത് ആഗോളവൽക്കരണത്തിൻ്റെ ആണെന്നറിയില്ല, ഒരു ലോകപ്രസിദ്ധ സാമ്പത്തിക വിദഗ്ധനായ മുഹമ്മദ് യൂസുഫിനെ ഏകകണ്ഠമായി വിളിച്ചിട്ട് പ്രധാനമന്ത്രിയെല്ലാം പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിലെന്താണ് ഈ ആഗോളവൽക്കരണവും ദേശീയതയും ബംഗാളികൾക്ക് ബംഗ്ലാദേശീയത വളരെ വലിയ കാര്യമാണ്. എന്നിട്ട് പോലും അവരൊരു ബംഗാളിയെ തിരഞ്ഞെടുക്കാതെ ഈ ബംഗാളിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും യൂറോപ്പിലാണ് വരുന്നത്, അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ ഈ ദേശീയതയും ആഗോളവൽക്കരണവും എന്നൊരു ലിങ്കാണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവിടുത്തെ ഒരു സിവിൽ കോഡ് ഏക സിവിൽ കോഡാണ് അല്ല പേഴ്സണൽ ലോ ആണ് ഏകീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ വിവാഹം, മരണം പോലെയുള്ള കാര്യങ്ങളിലാണ് വിവിധ മതസമുദായങ്ങളിൽ നമ്മൾ വ്യത്യസ്തതയാണ്. മറ്റ് സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഭൂക്ഷണം തർക്കങ്ങളൊക്കെ സിവിലായിട്ട് കോമൺ ആയിട്ട്. പക്ഷേ വിവാഹം, മരണ കാര്യങ്ങളിൽ ഇറങ്ങിയ മകരമായ കാര്യങ്ങൾ ശരിക്കും സിവിൽ കോഡിൽ വരുന്നതാണോ അതല്ല പേഴ്സണൽ ലോയിൽ വരുന്നതാണോ എന്ന് വിശദീകരിച്ചിട്ട് ഒരു പ്രത്യേകത നമുക്ക് തോന്നിയത്, അങ്ങനെ ഒരു രാജ്യത്ത് നൊബേൽ സമ്മാന ജേതാവാണ്, പ്രശസ്തനാണ്, ലോകം മുഴുവൻ അറിയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാലും അവിടെ ബംഗ്ലാദേശിൽ അദ്ദേഹം ഈ മൈക്രോ ഫിനാൻസ് എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൂടെ ജനകീയമായ ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ച് അതുകൊണ്ടാണ് നൊബേൽ സമ്മാനം കിട്ടിയത്. 84 വയസ്സുമുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ പട്ടാളവും സമരം ചെയ്യുന്നവരുമൊക്കെ ചേർന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവിടെ പ്രധാനമന്ത്രിയാക്കിയത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉണ്ടാകാം. അതിനുള്ള ഉത്തരം ചരിത്രത്തിൽ പല സന്ദർഭങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. ഇപ്പം ബ്രിട്ടനിൽ രാജാവാകാൻ ആളില്ലാതെ വന്ന അവസ്ഥയിൽ ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് രാജാവാക്കിയിട്ടുള്ള ചരിത്രമൊക്കെ അറിയാൻ നോക്ക്. വില്യം ഓഫ് ഓറഞ്ച് എന്നൊക്കെയുള്ള ചരിത്രത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. പ്രത്യേകിച്ചും പട്ടാള വിപ്ലവം ഒക്കെ നടന്നു കഴിഞ്ഞാൽ, പട്ടാളത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇതുപോലെയുള്ള വ്യക്തികളെ തേടിപ്പിടിച്ച് കൊണ്ടുവന്ന് അധികാരം ഏൽപ്പിക്കുകയും അപ്പോഴും ആ അധികാരം പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അത് ആഗോളീകരണവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു വ്യക്തതയില്ല. ആഗോള മൂലധനം ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു. ഏതായാലും ആഗോള മൂലധനം ദേശീയതയ്ക്കെതിരാണ്. ദേശീയത എന്നൊരു കൺസെപ്റ്റ് തന്നെ ആ വ്യവസ്ഥയിലില്ല. അപ്പോൾ ആ മൂലധനത്തിൻ്റെ സംരക്ഷണം മാത്രമല്ല അതിൻ്റെ വളർച്ചയും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിന് സഹായിക്കുന്ന രീതിയിൽ രാഷ്ട്രങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പോലും മൂലധന ശക്തികളുടെ ഇടപെടൽ ഉണ്ട്. എന്തിന് അമേരിക്കയിൽ പോലും ഉണ്ട്. അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ
ബാഹ്യശക്തികൾ ഇടപെടുന്നു എന്ന ആക്ഷേപം അവർക്കുണ്ട്. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതവുമല്ല. അപ്പം അങ്ങനെയൊരു അവസ്ഥയിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ അവർ കണ്ടെത്തിയ പ്രധാനമന്ത്രി, അദ്ദേഹം ബംഗാളിയാണ്, ബംഗ്ലാദേശിയാണ് എന്നൊക്കെ ശരിയാണെങ്കിലും അതിന് പിന്നിൽ ഒരു സ്കീം, ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിക്കൂടാ എന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് പരമ്പരാഗതമായ രീതിയിലുള്ള ദേശീയതയുടെ പ്രാധാന്യവും പ്രസക്തിയും കുറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെ സിവിൽ കോഡിൻ്റെ കാര്യം പറയുമ്പോൾ സിവിൽ കോഡ് ഏകീകരിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തി നിയമങ്ങളുടെ ഏകീകരണം തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ആ ഏകീകരണം കുറേ കാലമായി നമ്മളറിയാതെ പലതരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ കോടതി വിധികളിലൂടെ ഒക്കെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസിദ്ധമായ മേരി റോയ് കേസ് നിങ്ങൾക്കറിയാം. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അതുവരെ നിലവിലുണ്ടായിരുന്നത് വിവാഹം കഴിച്ച് അയക്കുന്ന സ്ത്രീകൾക്ക് പിതൃസ്വത്തിൽ അവകാശമില്ല എന്നുള്ളതായിരുന്നു. അതിനെതിരെയാണ് മേരി റോയ് കോടതിയെ സമീപിച്ചത്. കോടതി വിധിയുണ്ടായി, അവർക്ക് പിതൃസ്വത്ത് നിഷേധിക്കുന്നത് തെറ്റാണ്. കാരണം ഇന്ത്യയിൽ നിയമമുണ്ട്, 1952 മുതലുള്ള നിയമം. അത് നമ്മൾ ആരും അറിയാതെ ശ്രദ്ധിക്കാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ ഏകീകൃതമായ ഒരു നിയമമാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞു വന്നേ ഉള്ളൂ. അതുപോലെ പല കാര്യങ്ങളിലും അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളാണ്. പിന്തുടർച്ച, വിവാഹം, ദത്തെടുക്കൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അത് ഈ പേഴ്സണൽ ലോ, വ്യക്തി നിയമങ്ങളെ ഏത് രീതിയിലൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെങ്കിൽ ഉൾക്കൊള്ളണം. ഏകീകരണം എന്ന് പറയുമ്പോൾ എല്ലാം പുതിയതാകണമെന്നില്ലല്ലോ, നിലവിലുള്ളവയെ ഏകീകരിക്കുക, അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ നിർദ്ദേശങ്ങൾ, ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽസ് വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായി അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ കഴിയുകയുള്ളൂ. പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് ലിബർട്ടി ആൻഡ് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ ബാലൻസിങ് ഫാക്ടർ എന്താണ്? ലിബർട്ടി അൺലിമിറ്റഡ് ലിബർട്ടി ആവാം, ഇക്വാലിറ്റി അതോടുകൂടി സമമായിട്ട് ചേർന്ന് നിൽക്കാനും കഴിയുന്നില്ല. അപ്പൊ ഇക്വാലിറ്റിയും ലിബർട്ടിയും തമ്മിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്തു പോകുന്നത്? ഭരണഘടന പ്രകാരം നമ്മുടെ അനുഭവത്തിലാണെങ്കിൽ ലിബർട്ടി ഹാസ് ഗോൺ ടു മാക്സിമം എക്സ്ട്രീം. പക്ഷേ ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കൺസെപ്ച്വൽ മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണത് ബാലൻസ് ചെയ്യാതെ പോകുന്നത് ഭരണഘടന അനുസരിച്ച്? പ്രിയാമ്പിളിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രറ്റേണിറ്റി, ഡിഗ്നിറ്റി, അങ്ങനെ വാക്കുകളുണ്ട്. അവയ്ക്കെല്ലാം നിയതമായ അർത്ഥവുമുണ്ട്. ഇപ്പോൾ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് അതിന് തുടർച്ചയായി പറയുന്നുണ്ട്. സോഷ്യൽ ജസ്റ്റിസ് പറയുന്നു, പൊളിറ്റിക്കൽ ജസ്റ്റിസ് പറയുന്നു, ഇക്കണോമിക് ജസ്റ്റിസ് പറയുന്നു, അങ്ങനെ പലതും പറയുന്നുണ്ട്. ഇവിടെ ഫ്രീഡമും ഈക്വാളിറ്റിയും തമ്മിൽ ബന്ധപ്പെടുത്തി കാണേണ്ട കാര്യമില്ല. അതിൽ പറയുന്ന ഓരോന്നും പ്രത്യേകം കാര്യങ്ങൾ തന്നെയാണ്. ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഫ്രീഡം ഒന്നാമത് ഭരണഘടനയിൽ അൺലിമിറ്റഡ് ഫ്രീഡം ഉദ്ദേശിച്ചിട്ടില്ല, ലിമിറ്റഡ് ഫ്രീഡമാണ്. ഫ്രീഡം ഏതെല്ലാം വിഷയത്തിൽ ഫ്രീഡം ഉണ്ട് എന്ന് ലിസ്റ്റ് ഇട്ടതിന് ശേഷം അതിന് താഴെ ഈ സ്വാതന്ത്ര്യങ്ങൾ നിയന്ത്രണത്തിന് വിധേയമാണ്. അതായത് നിർമ്മിതമായ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ. ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, റീസണബിൾ ആയിരിക്കണം, റീസണബിൾ റെസ്ട്രിക്ഷൻസ്. ഈക്വാളിറ്റിയെ സംബന്ധിച്ച് എന്താ പറയുന്നത്? എന്താണ് ഈക്വാളിറ്റി എന്ന് പ്രിയാമ്പിൾ പറയുന്നുണ്ട്. ഈക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. പിന്നെ മറ്റു കാര്യങ്ങൾ, സാമൂഹികമായ ഉച്ചനീചത്വങ്ങൾ ഒക്കെ, എല്ലാത്തിനും ഈക്വാളിറ്റി എന്ന് പറയുന്നത് വലിയൊരു പ്രിൻസിപ്പിൾ, സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് അത് രണ്ട് തമ്മിൽ കോൺഫ്ലിക്റ്റ് അല്ല ഉള്ളത്. ഒന്ന്, നമുക്ക് ചില അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നു, സംസാര സ്വാതന്ത്ര്യം ഉൾപ്പെടെ.
മറ്റൊന്ന്, ഈ നൂറ്റാണ്ടുകളുടെ ഒരു നിർമ്മിതമായ ഒരു ചെളിയും ചേറും ഒക്കെ ഉണ്ട്. അതിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ജനവിഭാഗത്തെ അവരെ കൈപിടിച്ച് കരകയറ്റി പൗരന്മാരാക്കി ഈ സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു വലിയ പ്രക്രിയയാണ്. മറ്റൊന്ന്, ഏകപക്ഷീയമായി ആർബിട്രറിയായി അല്ലെങ്കിൽ സ്വേച്ഛാപരമായി കാര്യങ്ങൾ നടക്കാൻ പാടില്ല. എല്ലാവർക്കും അവസരമുണ്ട്. അവസര സമത്വം എന്ന് പറയുന്നതാണ്. ആർക്കും എന്തുമാകാം. എനിക്ക് രാഷ്ട്രപതിയാകണം എന്നൊരാഗ്രഹം ഉണ്ടായാൽ നോമിനേഷൻ കൊടുക്കാം. നിങ്ങളുടെ ജാതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം നോക്കി നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുപോലെ ജോലികൾക്ക്, അതിനാണല്ലോ ഈ പബ്ലിക് സർവീസ് കമ്മീഷനൊക്കെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്കുള്ള എക്സെപ്ഷൻ റിസർവേഷൻ മാത്രമാണ്. അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അത് കോംപ്ലിമെൻ്ററിയാണ്. സർ, നമ്മുടെ ഭരണഘടന വളരെ ശക്തമാണ്. ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഭരണഘടനയാണ് നമ്മൾ അഭിമാനിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് തങ്ങളുടെ അധികാരത്തിന് നേരെ വെല്ലുവിളി വരുമ്പോൾ നമ്മുടെ ഭരണഘടനയെ തന്നെ ജനങ്ങൾ സമഗ്രാധിപത്യത്തിനെതിരായി ഉപയോഗിക്കാവുന്ന ചില സാധ്യതകൾ ഭരണഘടനയിൽ നിലനിൽക്കുന്നുണ്ടോ? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള 1976 അത്തരമൊരു അവസരം നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ അതുപോലൊരു സാധ്യത എങ്ങനെയാണ് നമുക്ക് ഭരണഘടനയുടെ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാൻ കഴിയുന്നത്? നമ്മൾ കുറച്ച് നേരത്തെ വന്ന ചോദ്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭരണഘടനയെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിച്ചാൽ ജനങ്ങൾ എന്നതിൻ്റെ ഉത്തരം പറയേണ്ടി വരും. മറ്റാരും ഉണ്ടാവില്ല. ഇപ്പോൾ കേശവാനന്ദ ഭാരതി കേസ് 1973 ആണ് ആ വിധി. ദ കേസ് ദാറ്റ് സേവ്ഡ് ഇന്ത്യൻ ഡെമോക്രസി എന്നാണ് അന്ന് പത്രങ്ങളൊക്കെ എഴുതിയത്. പക്ഷേ 73 രണ്ടാം വർഷം 75 അടിയന്തരാവസ്ഥ വന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് ഭരണഘടന വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടായിരുന്നില്ല. പിന്നീട് 76 വന്നു, ഇപ്പോൾ പരാമർശിച്ച വർഷം. അന്ന് 42ാം ഭരണഘടനാ ഭേദഗതി വന്നു. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ആ ഭേദഗതി അറിയപ്പെടുന്നത്. കാരണം ഭരണഘടന സമഗ്രമായി പൊളിച്ചെഴുതപ്പെട്ടു. ഒരു വ്യക്തിയുടെ സമഗ്രാധിപത്യത്തിന് അല്ലെങ്കിൽ ഏകാധിപത്യത്തിന് അനുസൃതമായ രീതിയിൽ ഭരണഘടനയുടെ പൊളിച്ചെഴുത്ത് ആണ് അവിടെ നടന്നത്. അത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു അവകാശമാണ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതെല്ലാം ലംഘിക്കപ്പെട്ടു. അപ്പോൾ ജനങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ കവർന്നെടുക്കുകയും ഏകാധിപതിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഭരണഘടന പുനർനിർമ്മിക്കപ്പെടുകയും, ഭേദഗതി എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല, പുനർനിർമ്മിക്കപ്പെട്ടു. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ പരിഹാരമുണ്ടായത്? ഇതൊന്നും അറിയാത്ത ഭരണഘടനയെന്ന് അവരുടെ സംസാരത്തിലൊന്നും അവർ ആ വാക്കൊന്നും ഉപയോഗിക്കാറില്ല. ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കൊരു വോട്ട് ചെയ്യാം എന്ന് അവർ പറയുന്നുമില്ല. പക്ഷെ അവർക്ക് മനസ്സിലായി ചില അപകടങ്ങൾ വരുന്നു എന്നുള്ളത്. ആ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി അന്ന് അവർ സ്വീകരിച്ച നിലപാട് അതാണ് 1978 ആയപ്പോൾ 44ാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആ പൂർവ്വസ്വരൂപം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങളാണ്. ആദ്യമേ പറഞ്ഞതുപോലെ 2024 ഭരണഘടനയ്ക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ മൃഗങ്ങൾ അതിൻ്റെ ലക്ഷണം നേരത്തെ മനസ്സിലാക്കി കാണിച്ചു തുടങ്ങി എന്ന് വാർത്ത വന്നിരുന്നു. അത് നേരത്തെയും അത്തരം വാർത്ത വന്നിട്ടുണ്ട്. ഒരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുമ്പോൾ
ആദ്യം അത് മനസ്സിലാക്കി അസ്വസ്ഥത കാണിക്കുന്നത് ജന്തുജാലങ്ങളാണ്, മനുഷ്യനല്ല. എന്നതുപോലെ ഭരണഘടനയ്ക്ക് എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ഈ പാവപ്പെട്ട കേവലന്മാരായ ജനകോടികൾക്ക് ലഭിച്ചു. അവർ ആ ഉത്തരവാദിത്വം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നു ഭരണഘടന സുരക്ഷിതമായി എന്ന്. ഭരണഘടന സുരക്ഷിതമായിരിക്കും ജനങ്ങളുടെ കരുതൽ ഉണ്ടാകുന്ന കാലത്തോളം. പ്രിയമുള്ളവരെ, ഇന്ന് സെറീന ട്രസ്റ്റിൻ്റെ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭാഷണം അവതരിപ്പിക്കുകയും അതിനുശേഷം നടന്ന അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം വളരെ ഭംഗിയായി ഇവിടെ സമാപിക്കാൻ പോവുകയാണ്. ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് ഈ സദസ്സിലെ എല്ലാ വ്യക്തികൾക്കും ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിന് എൻ്റെ വ്യക്തിപരമായും ട്രസ്റ്റിൻ്റെയും നമ്മളെല്ലാവരും ചേർന്ന് നന്ദി രേഖപ്പെടുന്നു. നന്ദി സാർ, നന്ദി, നമസ്കാരം.